ശ്വേതാ മേനോൻ അമ്മ സംഘടനയുടെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി നിയമിതയാവുകയാണ്. അതായത് ഇത്രയും കാലം അമ്മ സംഘടന കേട്ടിരുന്ന പഴി എന്ന് പറയുന്നത് ഇതൊരു പുരുഷ കേന്ദ്രീകൃത സംഘടനയാണ്. ഇതിൽ വനിതകൾക്ക് നീതി ലഭിക്കുന്നില്ല, വനിതകളുടെ പ്രാധാന്യം ഒട്ടും തന്നെയില്ല എന്ന സ്ഥാനം ഒക്കെ മാറ്റിമറിക്കുന്ന രീതിയിൽ, അങ്ങനെയുള്ള ഒരു ഐഡിയോളജിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്കാണ് അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് 2 വനിതകൾ എത്തുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും എത്തുന്നു. ശ്വേതാ മേനോൻ ദേവനെയാണ്, ചലച്ചിത്ര നടൻ ദേവനെയാണ് പരാജയപ്പെടുത്തിയത്. കുക്കു പരമേശ്വരൻ രവീന്ദ്രനെയാണ് പരാജയപ്പെടുത്തിക്കൊണ്ട് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ജയിച്ചിരിക്കുന്നത്. ഇരുവരും മാത്രമല്ല, അൻസിബ ഹസൻ ഉൾപ്പെടെ വനിതകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. വനിതാ പ്രാധാന്യം സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറെ നാൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ സാന്ദ്ര തോമസ് ഉൾപ്പെടെയുള്ളവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഉണ്ടാക്കിയ വലിയ തോതിലുള്ള അവർ കൃത്യമായി ആരോപിച്ച ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നേരം സംവിധായകനായ സുരേഷ് കുമാർ വളരെ മോശമായ രീതിയിൽ പ്രതികരണം നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമായതാണ്. സുരേഷ് കുമാറിനോട് സാന്ദ്ര തോമസ് കൃത്യമായി പറഞ്ഞത്, നിങ്ങൾക്ക് 2 പെൺമക്കളല്ലേ, അതായത് കീർത്തി സുരേഷും അതുപോലെ മറ്റൊരു പെൺകുട്ടിയല്ലേ, നിങ്ങൾക്ക് സ്ത്രീകളോട് ഇത്ര മോശമായി എങ്ങനെ, അല്ലെങ്കിൽ ഇത്ര പരുഷമായ രീതിയിൽ അവരോട് ഒച്ച വെച്ചാണോ അവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അമ്മ സംഘടനയെ AMMA എന്നേ വിളിക്കാവൂ എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. ഏതായാലും അതിനെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ താരപ്രസ്ഥാനത്തിന് ഒരു പുതിയ മുഖം എന്ന രീതിയിലേക്ക് ശ്വേതാ മേനോന്റെ എൻട്രി സഹായകമാകും എന്ന് തന്നെയാണ് കണക്കിലാക്കപ്പെടുന്നത്. അമ്മ സംഘടനയെ സംബന്ധിച്ചിടത്തോളം 1994 രൂപപ്പെട്ട സംഘടനയാണ്. നിരവധിയായിട്ടുള്ള അവശ കലാകാരന്മാർക്ക് സൗജന്യ ചികിത്സയും പെൻഷനും ഒക്കെ കൊടുക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്വേതാ മേനോന്റെ ഈ പുതിയ ടീമിന് സാധിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാം, നേരത്തെ അമ്മ പ്രസിഡന്റ് ആയിരുന്നത് മോഹൻലാൽ ആയിരുന്നു, ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നത് സിദ്ദിഖായിരുന്നു. നമുക്കറിയാം, നേരത്തെ വലിയ തോതിൽ താരസംഘടനയെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് ചില പവർ ഗ്രൂപ്പുകളുണ്ട് എന്നുള്ള വിശേഷണമൊക്കെ സംഘടനയെ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് കാരണമായി. ഏതായാലും ശ്വേതാ മേനോൻ എത്തുന്നതോടുകൂടി അത്തരത്തിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ല എന്നുള്ള തനതായ ഒരു ആരോപണം ഇനി ആർക്കും മാധ്യമങ്ങൾക്കൊന്നും നടത്താൻ കഴിയില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്.